ആരെങ്കിലും നമ്മളെ ഹാപ്പിയാക്കിയാൽ നമ്മൾ അവരെ കൂടുതൽ ഹാപ്പിയാക്കുക. നമ്മൾ സന്തോഷിക്കുമ്പോഴാണ് ജീവിതം മികച്ചതാവുന്നത്. എന്നാൽ നമ്മൾ കാരണം മറ്റുള്ളവർ സന്തോഷിക്കുമ്പോഴാണ് ജീവിതം അതിലും മികച്ചതാവുന്നത്. ബി ആൻ ഇൻസ്പിറേഷൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് തോരനാണ്. സാധാരണ ഉണ്ടാക്കുന്ന ഓറഞ്ച് കളർ ക്യാരറ്റിനേക്കാൾ വ്യത്യസ്തമായി ഇന്ന് ഞാനൊരു റെഡ് കളർ ക്യാരറ്റ് വെച്ചാണ് തോരൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ക്യാരറ്റ് എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ചെറിയ പീസസ് ആയിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധാരണ കാണുന്ന ഓറഞ്ച് കളറിലെ ക്യാരറ്റ് അല്ല, ഇതിൽ ഞാനൊരു റെഡ് കളറിലെ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഗ്രേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഒരു മീഡിയം സൈസ് ഓണിയൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്രീൻ ചില്ലി, അത് കുറച്ച് എരിവുള്ളത് കൊണ്ട് ഒരു ഗ്രീൻ ചില്ലി മാത്രം എടുക്കുന്നത്. 2 റെഡ് ചില്ലി എടുത്തിട്ടുണ്ട്. ഒരു ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു പീസ് ഗാർലിക്. പിന്നെ അതുകൂടാതെ ഒരു തണ്ട് ഗ്രീൻ ലീഫും ഉണ്ട്. ഇനി ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നു. പിന്നെ 2 റെഡ് ചില്ലി. അത് കഴിഞ്ഞ് നേരത്തെ കട്ട് വെച്ചിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുന്നു. ഉള്ളി, ഗ്രീൻ ചില്ലി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, ഗ്രീൻ ലീഫ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. ഉള്ളി വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കും. ക്യാരറ്റ് ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ട് 5 മിനിറ്റായി. ഇനി നമുക്ക് അടപ്പ് തുറന്നിട്ട് ഇതിലേക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്തിട്ട് ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ തേങ്ങയുടെ പച്ചമണം മാറുന്നതുവരെ മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി മിക്സ് ചെയ്ത് തേങ്ങയുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ക്യാരറ്റ് തോരൻ റെഡിയായി. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഓറഞ്ച് കളർ ക്യാരറ്റ് വെച്ച് ഉണ്ടാക്കാം. ഈ റെഡ് കളർ ക്യാരറ്റ് വെച്ചുണ്ടാക്കിയ തോരൻ കഴിച്ച് നല്ലൊരു കളർ കണ്ടില്ലേ? അതുപോലെ തന്നെ ഓറഞ്ച് കളർ ക്യാരറ്റിൻ്റെ ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. ഇത് ലഞ്ചിന് പറ്റിയൊരു ഗ്ലൂട്ടൻ ഫ്രീ സൈഡ് ഡിഷാണ്. ഇത് ചോറിൻ്റെ കൂടെയും മോര് കാച്ചിയതിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. ഡു ട്രൈ ഇറ്റ് ഔട്ട്. That's all for today. See you later. Bye bye.